ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ടയുടെ ഡിയോ വണ്ടി നമുക്ക് വർക്കിന് വന്നിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് അത് വണ്ടി ഒന്ന് മറിഞ്ഞു വീണായിരുന്നു. പിന്നെ അതിൻ്റെ ബ്രേക്കൊക്കെ ഇച്ചിരി കുറവുണ്ട്. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞാണ് വർക്ക് കേട്ടോ. അപ്പോൾ ബ്രേക്ക് ലൈനർ നമുക്കിതിപ്പോൾ കിടക്കുന്നത് പുതിയ ലൈനറാണ്, വലിയ പഴക്കമായിട്ടില്ല. പക്ഷേ അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ ഹബ്ബിന് അത്യാവശ്യം നല്ല രീതിയിൽ തേമാനമുണ്ട്. അത്യാവശ്യം നല്ല ഓട്ടമുള്ള വണ്ടിയാണ്. അപ്പോൾ ഹബ്ബിന് തേമാനം വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം നമ്മൾ പോളിഷ് ചെയ്തിട്ടാണ്. പിന്നെ അതിൻ്റെ ബാക്കിലത്തെ ടയർ തീർന്നിക്കുക, ഫുള്ളായിട്ട് തീർന്നാലാണ്. ഈ സൈഡിലത്തെ ലൈൻ നോക്കണ്ട, സെൻറ്ററിൽ കൊടുത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു പാളൽ അനുഭവപ്പെടുന്നത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. പിന്നെ ഒരല്പം സ്പീഡിൽ പോയിട്ട് നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് റിലീസ് ചെയ്യാനായിട്ട് വിടണ്ട, അല്ലാതെ കൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് ഒരു ഷിവറിങ് വരുന്നുണ്ട്. അത് ഈ ടയറുമായി ബന്ധപ്പെട്ട പ്രോബ്ലമാണ്. അപ്പോൾ നിലവിലിപ്പോൾ നമ്മൾ ടയർ മാറ്റുന്നുണ്ടെങ്കിൽ ആ കംപ്ലയിൻറ്റ് റെഡി ആയിക്കോളും. അപ്പോൾ ആ ടയർ മാറ്റുന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ബുഷൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് വെച്ച് നമുക്ക് ഈ ടയർ അങ്ങനെ തന്നെ എടുത്ത് ബാക്കിലേക്ക് യൂസ് ചെയ്യാം. പുതിയ ടയർ ഫ്രണ്ടിലിടാം. അപ്പോൾ ആ കംപ്ലയിൻറ്റ് അത് റെഡി ആയിക്കോളും കേട്ടോ. പിന്നെ അത് കൂടാണ്ട് കുറേ കവറുകളൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് മൺകാട് പൊട്ടിയിട്ടുണ്ട്, അതിവിടെയൊക്കെ പൊട്ടി കിടന്ന്. ഹെഡ്ലൈറ്റിൻ്റെ കവർ, ഹാൻഡിൽ കവർ, ഹെഡ്ലൈറ്റ് കവർ, ഫ്രണ്ട് കവർ മൊത്തം പൊട്ടിയിരിക്കണേ. ഹെഡ്ലൈറ്റിൻ്റെ ഭാഗം പൊട്ടിയിട്ടുണ്ട്, ഈ സൈഡൊക്കെ പൊട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ എന്തെങ്കിലും ചെയ്യേണ്ടി നോക്കിയിട്ടൊന്ന് പറഞ്ഞേക്കാം. എന്തെങ്കിലും നമുക്ക് ടയറും മാറ്റി ടയർ റൊട്ടേഷൻ ചെയ്യണം. ആ ബ്രേക്കുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ശരിക്കും ഹബ്ബിൻ്റെ കംപ്ലയിൻറ്റാണ്. അപ്പോൾ ആ ഹബ്ബും കൂടി മാറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഞാൻ അത് രണ്ടും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് പറയും. ഫ്രണ്ട് കവർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണമല്ലോ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഒരുമിച്ച് നോക്കിയിട്ട് പറയാം. അത് വീഡിയോ കണ്ടു കഴിയുമ്പോൾ എന്തെങ്കിലും ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ. കാരണം റിപ്ലൈ ഇട്ടിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വേണം എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കാനായിട്ട്. ഓക്കെ.